വളരെ ദുരൂഹത നിറഞ്ഞൊരു കാണാതാവലായിരുന്നു മാമി എന്ന വ്യവസായിയുടെ കോഴിക്കോട് നിന്ന്. അതുമായി ബന്ധപ്പെട്ട് മാമിയുടെ മക്കൾ മാധ്യമങ്ങളെ കാണാം. അതൊന്നും നിങ്ങൾ ചെയ്യില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫർദർ സ്റ്റെപ്സിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുള്ള ചോദിച്ച സമയത്ത് അവർ പറയുന്നത് നിങ്ങളൊരു 1 വീക്ക് വെയിറ്റ് ചെയ്യ്, ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് അടുത്ത 20-ാം തീയതി 25-ാം തീയതി ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റും കഴിഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബർ 5 ഇന്ന് വരെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി മുന്നിൽ നിന്നുകൊണ്ട് ഫാമിലി എന്ത് ചെയ്യുന്നത്, ഈ CBIക്ക് കേസ് കൈമാറണമെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അന്ന് തന്നെ ഒരു അപ്ഡേറ്റ്, അന്ന് തന്നെ ഇവർ പറഞ്ഞൊരു ഒരു കിണർ വറ്റിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. തലക്കുളത്തൂർ ഒരു കിണറുണ്ട്, ആ വീടിൻ്റെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അത് വറ്റിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഇതുവരെ അത് വറ്റിച്ചോ, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയോ എന്നൊന്നും നമ്മൾ കണ്ടില്ല. ഒരു ഫർദർ ആക്ടിവിറ്റീസും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ അറിയുന്നില്ല. പോലീസിന്റെ അന്വേഷണം പരാജയമാണെന്നല്ലേ കുടുംബം പറയുന്നത്? നിങ്ങൾക്ക് കോഴിക്കോട് ഇതാ ഈ CD ടവറിൻ്റെ ഈ മുന്നിന്നാണ് ഇക്കാക്ക 21-ാം തീയതി രാവിലെ ഓഗസ്റ്റ് 21 രാവിലെ വൈകുന്നേരം 7:30 കൂടിയിട്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ബേബി മെമ്മോറിയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്ര CCTVകളുണ്ട്, ഇവിടുന്ന് തലക്കുളത്തൂർ പോകുന്നത് വരെയുള്ള എത്ര ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും ഇക്കാക്കയുടെ ഒരു ദൃശ്യം പോലും പോലീസിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പരാജയമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ശരിക്കും ആദ്യത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു, ഞങ്ങൾ പുറമെ വെച്ചിട്ടാണ് ഇത് കേട്ടത്. മാമിയുടെ സുഹൃത്തുക്കളിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു വീടുണ്ട് എന്നുള്ളതും ഇങ്ങനെ കുറച്ച് പേരെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കേൾക്കുന്നത്. ഇത് ശരിയാണോ എന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് നടക്കാവ് ആദ്യത്തെ ഉണ്ടായിരുന്ന CIയോട് തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അങ്ങനെ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും CI ഇലക്ഷൻ പ്രമാണിച്ച് എന്ത് ചെയ്തു, CI അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു CI വന്നു. അവർ ചോദിച്ചു, നിങ്ങളുടെ വീടും കുറച്ച് നമ്പേഴ്സും ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തോ, കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. പെട്ടെന്നുണ്ടാവില്ല, അത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ, അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ഓരോ ഡേറ്റ് തരും.